ഡോക്ടർ ശശി തരൂർ വീണ്ടും കേരളത്തിൽ കളം പിടിക്കുകയാണ്. എന്തായിരിക്കും ഉദ്ദേശം? അല്ലേ, ഇതുകൊണ്ടാണ് ശശി തരൂരിനെ തൽക്കാലം അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കോൺഗ്രസ് വല്ലാത്ത അവസ്ഥയിലാണ് എത്തിയത്. കാരണം ഒരിക്കലും ഒരു മുഴുവന്നമായ രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പാർട്ടിയുടെ നേതാവ്, അതായത് അവരുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതാണ് അദ്ദേഹം ചെയ്തത്. കാരണം ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞത് ശരിയൊക്കെയാണ്, അതൊക്കെ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ശത്രുവാണ് ആര്? BJP. ആ BJP ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് അവർക്കെതിരെയുള്ള ഫൈറ്റിലാണ്. രണ്ട് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന പാർട്ടികളും കൂടിയാണ് ബേസിക്കലി. ഒന്ന് ലിബറലിസം, ഒന്ന് അതിശക്തമായ ദേശീയ ബോധം. ഇത് രണ്ടുമാണ് രണ്ടുപേരുടെയും. അപ്പം ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവ് ഈ വന്ന മോഡിനെയൊക്കെ ഈ രീതിയിൽ പുകഴ്ത്തി പറയുന്നത്, എനിക്ക് നിങ്ങൾക്കൊക്കെ പറയാം, അങ്ങനെ പുകഴ്ത്തി പറയുന്നത് ബേസിക്കലി ആർക്കും ദോഷം ചെയ്യും? കോൺഗ്രസിന് ദോഷം. കോൺഗ്രസ് പ്രവർത്തകരുടെ മൊറയിൽ നഷ്ടപ്പെടും. BJPക്കാർ തിരിച്ചെന്ന് ചോദിക്കും, നിങ്ങൾ നേതാവല്ലടാ സർട്ടിഫിക്കറ്റ് തന്നത്. അത് ശശി തരൂർ ചെയ്യാൻ പാടില്ല. അയാൾ വലിയ മനുഷ്യനാണെങ്കിൽ അയാൾ രാജിവെച്ചിട്ട് MP സ്ഥാനം രാജിവെച്ചിട്ട് വേണ്ടി സംസാരിക്കുക. അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് അങ്ങനെ ആയിരിക്കണം. BJPക്കാർ കോൺഗ്രസ് മൻമോഹൻ സിംഗിനെ പോയി അങ്ങനെ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മര്യാദക്കാരനായ നിങ്ങളുടെ പാർട്ടിയാണ് മോശക്കാരാവുക. എതിരാളിയെ നോക്കിയില്ല. എതിരാളി മാന്യനാണെങ്കിൽ നമുക്ക് മാന്യത എന്ന് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ അങ്ങനെ രാഷ്ട്രീയ രീതിയില്ല. എന്ത് നല്ലത് ചെയ്താലും മോശം പറയാമെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് വീക്കൻ ചെയ്തിരിക്കുന്ന സാഹചര്യം, BJPക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ശശി തരൂർ ഉത്തരേന്ത്യയിലാർക്കത്. പക്ഷേ കോൺഗ്രസ്സിന് അത് ഭയങ്കര നെഗറ്റീവായി ബാധിക്കും. പക്ഷേ ഇയാളെടുത്ത് പുറത്ത് കളയാൻ പറ്റുന്നത് വേറെ ആണെങ്കിൽ അവരെടുത്ത് പുറത്ത് കളയുമായിരുന്നു. കാരണം ഇയാളൊരു നാഷണൽ ഫിഗറാണല്ലോ. അപ്പം പുറത്ത് കളഞ്ഞാൽ അത് വലിയ ന്യൂസാകും, വിഷയങ്ങളാകും. പിന്നെ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു. ഇതൊക്കെ കൊണ്ട് അവർക്കത് പറ്റില്ല. അതുകൊണ്ട് അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെ മാത്രമല്ല, അടുത്ത നിയമസഭാ ഇലക്ഷനിൽ എന്തെങ്കിലും ഒരു സാധ്യത വേണമെങ്കിൽ തരൂരും കൂടി വേണം. ഇങ്ങനെ പെണ്ണുങ്ങളെയും യുവാക്കളെയൊക്കെ സ്വാധീനിക്കാനൊക്കെ പറ്റും. അതിനെ കൂടി കൊണ്ടായിരിക്കും ക്ഷമിക്കുന്നത്. തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുകയാണ്. അങ്ങനെ ഒരു ഗതികെട്ടുള്ള സാഹചര്യത്തിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. കാരണം അവരുടെ ഒരിക്കലും ഇങ്ങനെ ആളെങ്ങനെ അവരെ ഉയർത്തി കാണിക്കുക. നാളെ ഒരു വർഷം അദ്ദേഹം BJPയിലേക്ക് പോകും. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുക? കോൺഗ്രസ്സുകാർക്ക് ഉയർത്തും. പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ ഫീല് ചിലപ്പോൾ അവരുണ്ടാക്കി വരും. പിന്നെ അധികാരം കിട്ടില്ല എന്ന് തോന്നിയാലും എന്ത് കൈവിട്ട കളിയും കളിക്കാം എന്നൊരു ഫീൽ ചിലപ്പോൾ അവർക്ക് ഉണ്ടാവും. NSSന് ഞാൻ എനിക്ക് തോന്നുന്നു തരൂരിനോട് പണ്ടത്തെ ആ ഒരു സ്നേഹമൊന്നും ഇപ്പം പണ്ടത്തെ വകുപ്പിൽ പണ്ട സ്നേഹമില്ല. അല്ല, തരൂരിനെ കൊണ്ടുവന്നിട്ട് പിന്നെ സുകുമാരൻ നായരെ ഒരു മയക്കി കൊണ്ടുവരാം എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. അങ്ങനെ ഇവരെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് മയക്കുന്ന ആളൊന്നല്ല എന്തായോ. കാരണം അദ്ദേഹം പറഞ്ഞല്ലോ, ഇതിപ്പം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊന്നല്ല. ഇത് ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു സർക്കാരിൻ്റെ നിലപാടിന് മയം വന്നപ്പോൾ NSSൻ്റെ എല്ലാ കാലത്തെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന രീതി സർക്കാരിൻ്റെ നിലപാട് വന്നപ്പോൾ നമ്മൾ അതിനോട് വിയോജിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പ്രാക്ടിക്കൽ നിലപാടാണ്. അപ്പോൾ അതല്ലാതെ ഏതൊരാൾ വന്നതുകൊണ്ട് അതിപ്പം നിങ്ങൾ ശരിദൂരത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഇലക്ഷൻ്റെ 2 മാസം മുമ്പൊക്കെ സാധാരണ തീരുമാനം എടുക്കുള്ളൂ. അല്ല, അതിൻ്റെ മുമ്പ് അങ്ങനെ തീരുമാനം എടുക്കാൻ സാധ്യതയില്ല. അദ്ദേഹം അത് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ പത്രക്കാർ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് അടിക്കും, പല ചർച്ചയിൽ വന്ന് പലതും പറയും. അത് കേട്ടിട്ട് കുറച്ച് ഈ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള നായന്മാർ അവിടെ എവിടെയും ബോർഡ് വെച്ച് നമ്മൾ NSSനെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഈ സതീശന് സാമുദായിക നേതാക്കന്മാരുടെ ഒരു പുച്ഛ എന്നുള്ള പ്രശ്നം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമല്ല. അങ്ങനെയുള്ള പുച്ഛമുള്ള ഒരാളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കാണിച്ച് ചിലപ്പോൾ അവർ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റും. പക്ഷേ ഈ സാമുദായിക നേതാക്കൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ട് UDFന് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ VD സതീശൻ ഉണ്ടാക്കിയ ഈ സാമുദായിക നേതാക്കന്മാരോടുള്ള ആ ഒരു വെറുപ്പ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണോ? ഒന്ന് ശശി തരൂരിനെ എടുത്ത് കളയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇലക്ഷനിൽ ശശി തരൂരിന് ഗുണം ചെയ്യും. പിന്നെ ഈ പറഞ്ഞ VD സതീശൻ മാത്രം നിറഞ്ഞു നിന്നാൽ ചിലപ്പം NSS മാത്രമല്ല, എനിക്കൊന്ന് വെള്ളാപ്പള്ളി സാറിനും അതുപോലെ ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാർക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. സതീശൻ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ശരിയോ തെറ്റോ ആയ തലക്കനോ ആറ്റിറ്റ്യൂഡും. അപ്പോൾ സതീശന് പക്ഷേ പൊതുസമൂഹത്തെ ഒരു പക്ഷേ സ്വാധീനിക്കാൻ പറ്റി തരും. അപ്പോൾ അതിൻ്റെ കൂടെ ഇവരുടെ ഈ അകൽച്ച ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുള്ള അകൽച്ച ഇല്ലാതാക്കണമെങ്കിൽ അവർക്കും കൂടി സ്വീകാര്യനായിട്ടുള്ള ഇങ്ങനെ ചില വ്യക്തിത്വങ്ങൾ കൂടി ഉണ്ടാവുന്നതാണ് എന്നുള്ള തോട്ട്. അത് സെക്കൻഡറിയാണ്. ബേസിക്കലി അങ്ങനെ ഇപ്പോൾ എടുത്ത് കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങേർക്കാണെങ്കിൽ വിചാരിച്ചൊരു ഇതൊന്നും അങ്ങേര് ഉപരാഷ്ട്രപതി സ്ഥാനം എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അന്ന് BJP അങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റില്ല. പിന്നെ BJPയെ സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രിസ്ഥാനം അത്
ജയശങ്കർ നന്നായി കൈകാര്യം ചെയ്യും. ജയശങ്കർ ഈസ് എ പോർഷണൽ, ഡയലോഗ് അടിച്ച് നടക്കുന്ന ആളല്ല, അയാൾ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ രാഷ്ട്രപതി സ്ഥാനത്തെ കൂടെ RSS ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ക്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങേർക്ക് അത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങേര് മനസ്സിലായി. പിന്നെ മോഡി എന്തെങ്കിലും നല്ല വർത്തമാനം പറഞ്ഞ് വിചാരിച്ച് നല്ല കാര്യം ചെയ്താൽ മോഡി നല്ല പറയും. അത് വിചാരിച്ചൊരു ഉള്ളതും കൂടി എടുത്ത് പോയി കഴിഞ്ഞാൽ പണ്ട് എൻ്റെ വാപ്പ എപ്പോഴും പറയായിരുന്നു, ആകാശത്ത് പോയതോട് കിട്ടിയതും ഇല്ല, ഉക്കത്തുള്ള പോവുകയും ചെയ്തു. ആ അവസ്ഥയിലാവുന്ന ശശി തരൂരിന് മനസ്സിലായി. അല്ല, അപ്പോൾ അങ്ങനെ ഈ BJP-യിലേക്ക് തരം കിട്ടിയാൽ പോകും എന്നുള്ളത് കൊണ്ട് തരൂരിനെ വിശ്വസിച്ച് കേരളത്തിലേക്ക് ഇറക്കിയത് ശരിയാണോ? അല്ല, അങ്ങനെ വിശ്വസിക്കുകയല്ലല്ലോ. ഇപ്പം എന്താണെന്ന് അറിയാലോ. പക്ഷേ തരൂരിൻ്റെ വഴി കൂടി കിട്ടാവുന്ന വോട്ടുകൾ അത് നിലനിർത്തുക എന്നുള്ളതാണ്. അതും കൂടി ഗാഥ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ശശി തരൂരിനെ ആ കണ്ണുടച്ച് വിശ്വസിച്ചിട്ടല്ല. മുമ്പാണ് ശശി തരൂരിനെ കുറച്ചും കൂടി ഒരു സ്വീകാര്യത ആ രീതിയിൽ കോൺഗ്രസിൻ്റെ ഇടയിലുണ്ടായി. ഇപ്പോൾ കോൺഗ്രസുകാരുടെ ഇടയിൽ അങ്ങനെ സ്വീകാര്യത ഇല്ല, പക്ഷേ പൊതുസമൂഹത്തിനിടയിൽ അയാൾക്ക് സ്വീകാര്യത ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു തരൂരിനെ ഇറക്കിയതിന് പിന്നിൽ ലീഗിൻ്റെ പങ്കുണ്ട്. അതൊക്കെ ഉണ്ടാവും. ലീഗിന് എങ്ങനെ അധികാരത്തിൽ വന്നാലേ പറ്റുള്ളൂ. കാരണം ലീഗ് പാണക്കാട്ടുനിന്നൊരു വിളി എന്നാൽ അവിടെ പിന്നെ ഹൈക്കമാൻഡ് ഇത് അങ്ങനെ വിളിച്ചാണ് ഈ ഗതിയിലായത്. നിൽക്കേണ്ട അടുത്ത് നിൽക്കണം. പാണക്കാട് ശിഹാദങ്ങൾ ഉണ്ടായ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേട്ടിരുന്നു? പണ്ട് കോൺഗ്രസ് ലീഡറുടെ സമയത്ത് 90s തുടക്കത്തിൽ ഈ UDF സഖ്യം വിട്ടതാണ്. അന്ന് ഞാൻ മനസ്സിലാക്കിയ രാജീവ് ഗാന്ധി നേരിട്ടൊരു വിളിയാണ് പാണക്കാട്ടേക്ക്. എന്ത് പ്രശ്നം നമുക്ക് തീർക്കാം, അത് അവിടെ നിന്നു. ഇത് പാണക്കാട് നിന്ന് ഇങ്ങോട്ടല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു. ഇപ്പോൾ ഇവർ അങ്ങോട്ട് വിളിച്ച് ഈ കരുണാകരൻ ഇവരെല്ലാം കൂടി ഞെക്കി പുറത്താക്കി നിന്നുകൊണ്ടാണ്. കരുണാകരനെ അവർക്ക് കമാൻഡ് ചെയ്യാൻ പറ്റില്ല, UDF ഉണ്ടാക്കിയ ആളുകളാണ്. അതിനുശേഷം വന്ന ആൻ്റണീനെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിനെയൊക്കെ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്താണ് ഇപ്പോൾ ഈ രീതിയിലായത് UDFിൻ്റെ അവസ്ഥ. ഇപ്പം പലരും പറയുന്നതെന്ന് വെച്ചാൽ UDF ഭരിച്ചു കഴിഞ്ഞാൽ അവിടെ ഭരിക്കാൻ പോകുന്നത് ഇസ്ലാമിസ്റ്റുകൾ. അങ്ങനൊന്നുമല്ല. ലീഗിന് സ്വാധീനം വെച്ച് ഇസ്ലാമിസ്റ്റുകൾ ഭരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രചാരണം ഇറക്കി വിട്ട് ആളുകളെ വിശ്വസിപ്പിക്കാൻ എതിരാളികൾക്ക് പറ്റുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് അധികാരത്തിലെത്തണമെങ്കിൽ അത് അത്യാവശ്യമാണ്. ലീഗിൻ്റെ പഴയ ജനറേഷൻ ലീഡേഴ്സ് ഇപ്പോൾ കുഞ്ഞാപ്പയെ കൂടി മരിച്ചു കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് പഠിച്ചവനറിയാം. ഈ പുതിയ ജനറേഷൻ വൃത്തിയുള്ള മലയാളം പറയുന്ന മുസ്ലിം പിള്ളേരെ മൊത്തം എനിക്ക് പേടിയാണ്. കാരണം ഈ ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്ന ആളുകൾ മൊത്തം വരുന്ന ഏത് ക്യാമ്പിൽ നിന്ന് നോക്കിയാൽ മതി. ആരാണ് മുമ്പ് ഇങ്ങനെ സംസാരിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളത്? പ്രധാനമായിട്ടും ജമാഅത്ത് ഇസ്ലാമിക്കാറ്റും മുജാഹിദുകളുമാണ്. നമ്മുടെ സുന്നി മുസ്ലിംമാരൊന്നും ഇങ്ങനെ വൃത്തിയുള്ള മലയാളം പറയാറില്ല. എന്നെപ്പോലെ യായും ഷായൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്നപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ലീഗ് തന്നെ ഇപ്പോൾ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലീഗ് അല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷമാണ്. പക്ഷേ ലീഗ് അത്രത്തോളം ആ ഒരു ലീഗ് സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ അതിന് വഴങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ ലീഗ് കളഞ്ഞിട്ട് പോയാൽ തന്നെ UDF ഇല്ലാതാകും. അത് നിങ്ങളെ പ്രശ്നം കൊണ്ടല്ലേ. നിങ്ങൾ ഇപ്പോൾ CPM-ൽ ആരും CPI കളഞ്ഞിട്ട് പോകാതെ CPI-ൻ്റെ ഗതി പിടിക്കില്ല മനസ്സിലായതുകൊണ്ടാണ്. CPM-ന് പ്രശ്നമില്ലല്ലോ, BJP-ക്കാർക്ക് പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളത് വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്കുള്ളത് സ്ട്രോങ് അല്ല. നിങ്ങൾ മറ്റുള്ളവരെ കണ്ട് നിന്നാൽ തന്നെയാണ് സ്ഥിതി. എൻ്റെ അമ്മ എപ്പോഴും പറയും, എന്താണ് അടുത്ത വീട്ടിലെ പുല്ല് കണ്ടിട്ട് പശുവിനെ പത്തനംതിട്ട പശുവിനെ വളർത്തരുത്. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അത് ഇനിയിപ്പോൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ? ഇത്രയും കാലം ഉണ്ടാകാത്തത് ഇനിയാണ് ഉണ്ടാകുന്നത്. ഇനി ഉള്ളത് നിലനിർത്തിയാലെങ്കിലും മാത്രമാണ്. ഇനി അധികാരം കിട്ടിയില്ലേ കോൺഗ്രസ് ഇല്ലല്ലോ. കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒരുപാട് CPM വരും, ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് പോകും. അപ്പോൾ അത് BJP ശക്തിപ്പെടും. ഹിന്ദു വോട്ടുകൾ BJP കൺസോളിഡേറ്റ് ചെയ്യും. അപ്പോൾ ഹിന്ദുയിസത്തിന് കിട്ടുന്ന വോട്ടുകൾ ഹിന്ദുത്വത്തിന് കിട്ടും. അതോടുകൂടി ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ മാത്രമേ പതുക്കെ മാറും. ക്രിസ്ത്യാനികൾ തരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അല്ല, ഒരു തവണ കൂടി അധികാരം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ UDF-ലെ ഘടകകക്ഷികളൊക്കെ തന്നെ പല വഴിക്ക് പോകാനുള്ള സാധ്യത പോകും. NDA മുന്നണി വിപുല ഒരു കിട്ടില്ല എന്ന് തോന്നി. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ പല മാറ്റങ്ങളും കാണാം. UDF-ന് തിരിച്ചടി കിട്ടിയാൽ. എനിക്കിതിൽ ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഇപ്പം മറ്റുള്ളവർ ഈ സൈബർ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ലോജിക്കലായിട്ട് സംസാരിച്ചിട്ട് അവർ നന്നാവട്ടെ എന്ന് വിചാരിച്ച് പറയുന്ന ആളുകളെ വരെ, ഇപ്പോൾ സണ്ണിക്കുട്ടി അബ്രഹാമിനെ വരെ തന്തയ്ക്ക് വിളിക്കുന്ന ആളുകളാണ്. ഞാനൊക്കെ പറഞ്ഞ് എൻ്റെ കുടുംബ ഫാമിലിയാണ്, എനിക്കത് കോൺഗ്രസിന് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി അങ്ങനെ സജീവമായി നിന്ന ഒരാളല്ല. എൻ്റെ ഭർത്താവ് SFI അങ്ങനെയൊക്കെ. ഈ സണ്ണിക്കുട്ടി അബ്രഹാമൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തെ വരെ തെളിവ് എന്തെങ്കിലും കുറ്റം വന്നാൽ ആ രീതി ഒരു വിവരമില്ലാത്ത സൈബർ വിങ്ങിനെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം. അവന്മാരൊക്കെ അവിടെ ഇവിടെ SFIക്കാർ അടിയും പേടിച്ച് അവിടെ പല സ്ഥലത്ത് പോയി ഗൾഫിലൊക്കെ നിന്നിട്ട് കൂടുതലുള്ള ആളുകളെ തന്നെ തെറിയുക, സതീശനെ തെറിയുക, ഷാഫീനെ തെറിയുക, എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം കോൺഗ്രസ്സിലുണ്ട്. കോൺഗ്രസ് അവരെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ നമുക്കൊക്കെതിരെയാണ് ഈ വിവാദത്തിന് ഉണ്ടാക്കി വെച്ചത്. നമ്മളിപ്പോൾ ഇവർ പറഞ്ഞാലും ഇല്ലെങ്കിലൊക്കെ നമ്മളെ പറ്റി നല്ലത് അറിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അവർക്ക് തന്നെ പണിയായി.
സൈബർ വിങ്ങുന്ന നിങ്ങൾ അവരെ കൃത്യമായി ട്യൂൺ ചെയ്ത് വളർത്തണം. ആരെന്താണ് പറയുന്നത് അതിനെ വിമർശിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ദിവസം പോയിട്ട് കൈപ്പത്തി ജയിക്കും താമര ജയിക്കും എന്ന് പറയാൻ പറ്റും. നമുക്ക് ലോജിക്കലായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ആ ജനാധിപത്യ ബോധം ഉണ്ടാക്കട്ടെ. അത് നമുക്ക് എല്ലാ ദിവസവും പോയിട്ട് അരിവാൾ ജയിക്കാൻ പറ്റില്ല. ഇപ്പോൾ CPM ജയിക്കാനാണ് സാധ്യത നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമാണ്. ജയശങ്കർ സാർ പറയുന്നു ജനങ്ങൾ പക്ഷേ അതിശക്തമായ ഗവൺമെൻറ്റിനെതിരാണ്. അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവാണ്. എൻ്റെ പെർസ്പെക്റ്റീവിൽ അത്രമാത്രം വെറുപ്പം ജനങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.